പത്തനംതിട്ട കോന്നിയിൽ വീണ്ടും വാഹനാപകടം. പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 3 പേർക്ക് പരുക്കേറ്റു. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കർണാടക സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, അപകടത്തിൽ പരുക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരമാണോ? അപകടമുണ്ടായത് എങ്ങനെയാണ്? ഒന്നല്ല പ്രവിത, 2 വാഹനാപകടങ്ങൾ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. 4 പേരുടെ മരണത്തിന്, നവോരനടക്കം നവദമ്പതികളടക്കം 4 പേരുടെ മരണത്തിനിടയാക്കിയ മുറിഞ്ഞകൽ എന്ന പ്രദേശത്ത് ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് അപകടം നടന്നത്. അത് തെലങ്കാന സ്വദേശികളായ 8 പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. അതൊരു വൈദ്യുത പോസ്റ്റിലേക്ക് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറി. ശബരിമല തീർത്ഥാടകരായിരുന്നു, ദർശനം കഴിഞ്ഞ് വരികയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന്റെ കാരണം ഉണ്ടായത്. എന്തായാലും ഇതിൽ 8 പേർക്ക് പരിക്കുണ്ട്, പക്ഷെ കാര്യമായ പരിക്കില്ല. ഒരു കുട്ടിയടക്കം പരിക്കേറ്റിട്ടുണ്ട്. ഇത് കൂടാതെയാണ് 1 മണിക്കൂർ വ്യത്യാസത്തിൽ വീണ്ടും ഒരു വാഹനാപകടം. അത് കോന്നി എലിയറക്കലിലാണ്. അത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത തന്നെയാണ്. അവിടെയാണ് മെത്ത കയറ്റി വന്ന പിക്കപ്പ് വാൻ ഇത്തരത്തിൽ കർണാടക സ്വദേശികൾ ഓടിച്ചിരുന്ന കാർ, അതിൽ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അവരും ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് പോവുകയായിരുന്നു. ഇവരുടെ കാറിലേക്ക് ഇടിച്ചത്. എന്തായാലും നിയന്ത്രണം വിട്ട ഇതിൽ 3 പേർക്ക് ഗുരുതരമായ പരിക്ക് ഏറ്റിട്ടുണ്ട് എന്ന് പ്രാഥമികമായി വിവരം ലഭിക്കുന്നു. ഇവരെ പത്തനംതിട്ടയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും കാര്യമായ രീതിയിലുള്ള ജീവന ഭീഷണിയുള്ള പരിക്കുകളൊന്നും തന്നെ ആർക്കും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമായി എന്നാണ് നാട്ടുകാർ പറയുന്നത്. പത്തനംതിട്ട കോന്നിയിൽ വീണ്ടും വാഹനാപകടം. 2 വാഹനാപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. വിവരങ്ങൾ ആണ് ശ്രീജിത്ത് ശ്രീകുമാരൻ നൽകിയത്.